കേരളത്തിലെ അതിരൂക്ഷമായ വന്യജീവി തെരുവുനായ ആക്രമണ ഭീഷണി ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ജോസ് കെ മാണി. മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിയും നിയമ നിർമ്മാണവും നടത്തണം. പേവിഷബാധ സ്ഥിരീകരിക്കുന്ന പ്രദേശത്തെ മുഴുവൻ തെരുവു നായ്ക്കളെയും പിടികൂടി കൊല്ലണം. പക്ഷിപ്പനി ബാധിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള മുഴുവൻ പക്ഷികളെയും കൊന്നുകളയുന്നത് ഇക്കാര്യത്തിൽ മാതൃകയാക്കണമെന്നും ജോസ് കെ മാണിയുടെ പ്രസ്താവനയിൽ പറയുന്നു. ഗോകുൽ രമേശുണ്ട് വിവരങ്ങളുമായി. നമുക്കിപ്പം ഗോകുൽ, ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നേരത്തെയും ജോസ് കെ മാണിയുടെ നിലപാട് ഏറെക്കുറെ സമാനമായിരുന്നു. ഇപ്പോൾ അടിയന്തര നിയമസഭ വിളിക്കണമെന്ന ആവശ്യത്തിലേക്ക് എത്താനിടയായ സാഹചര്യം എന്താണ്? അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുന്ന കാര്യം. സേതു, നിലവിൽ ഈ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ ഈ കാട്ടാന ആക്രമണം അടക്കമുള്ള അത്തരം വിഷയങ്ങളിൽ നിലപാടും അതോടൊപ്പം തന്നെ പ്രതികരണങ്ങളും ജോസ് കെ മാണി ഉന്നയിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ തുടർച്ച എന്നോണം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിലൊരു അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം ഈ തെരുവുനായ ആക്രമണം അതോടൊപ്പം തന്നെ വന്യജീവി ആക്രമണം തുടങ്ങിയിട്ടുള്ള നിരവധി ഭീഷണികൾ മനുഷ്യന് നേരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി ഉന്നയിച്ചിരിക്കുന്നു. തെരുവ് വളർത്തുനായ്ക്കളെന്ന ഇല്ലാതെ ഉടമസ്ഥരില്ലാത്ത മുഴുവൻ നായകളെയും പിടികൂടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ അത് സജ്ജീകരിച്ച് നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഈ പേവിഷബാധ സ്ഥിരീകരിക്കുന്ന പ്രദേശത്തെ മുഴുവൻ തെരുവ് നായകളെയും, അതായത് ഈ പേവിഷബാധ ഉണ്ട് എന്ന് ഉള്ള നായകളെ മാത്രമല്ല ആ പ്രദേശത്തുള്ള മുഴുവൻ തെരുവ് നായകളെയും കൊല്ലാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതിനെ തടയിടാൻ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ തടയിടാൻ സാധിക്കൂ എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. പക്ഷിപ്പനി ബാധിക്കുമ്പോൾ സാധാരണഗതിയിൽ ആ ഒരു പ്രദേശത്തുള്ള ഒരു ചുറ്റുവട്ടത്തുള്ള മുഴുവൻ പക്ഷികളെയും കൊന്നെടുക്കുന്ന ഒരു മാതൃക നടപ്പാക്കാറുണ്ട്. അതേ മാതൃക തന്നെ ഈ പേവിഷബാധയുടെ കാര്യത്തിലും തെരുവുനായയുടെ കാര്യത്തിലും നടപ്പാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം എന്തായാലും പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രതികരണം ഒരു പ്രസ്താവന രൂപത്തിലാണ് ജോസ് കെ മാണി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായിട്ട് ഈ ഇടതു മുന്നണിയിലടക്കം അറിയിച്ച് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നേരത്തെ മുതൽ തന്നെ LDF യോഗങ്ങളിലടക്കം കേരള കോൺഗ്രസ് എം ഇത്തരത്തിലൊരു അഭിപ്രായം പ്രത്യേകിച്ച് ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിരുന്നു. എന്തായാലും ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ ഈ പ്രതികരണം അത് വരും ദിവസങ്ങളിൽ ഏതെങ്കിലും നടപടിക്ക് വിധേയമാക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ശരി ഗോകുൽ, ശരി, ഓക്കെ. അപ്പോൾ കേരളത്തിൽ നമുക്കറിയുന്ന പോലെ ഈ മനുഷ്യ വന്യജീവി സംഘർഷം അത് മലയോര മേഖലകളിലൊക്കെ ഏറെക്കുറെ നിത്യേന എന്ന തരത്തിൽ നടക്കുന്നുണ്ട്. തെരുവുനായ ആക്രമണം അല്ലേ, കഴിഞ്ഞ 2-3 ദിവസത്തെ തന്നെ എടുത്താൽ, ഞാൻ 2-3 ദിവസം എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ ആക്കുന്നതല്ല, കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ട്. 2-3 ദിവസത്തെ മാത്രം കണക്കുകൾ നോക്കിയാൽ എത്ര പേർക്കാണ് തെരുവുനായ ശല്യം കാരണമല്ലേ തെരുവുനായയുടെ കടിയേറ്റൊക്കെ ചികിത്സയിലാക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നൊരാവശ്യം ജോസ് കെ മാണി ഉന്നയിച്ചിരിക്കുന്നത്.